मे श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामधारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുമോ? ഞാൻ ഇട്ടിരുന്നല്ലോ, കിട്ടിക്കാണുമോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ ആരെങ്കിലും വായിക്കൂ, സമയം പോയി. മാതാജി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ കൃഷ്ണ? ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആദ്യകർത്ത പ്രഭുവിനും അയച്ചു കൊടുത്തിരുന്നു, ഗോവിന്ദരാജ പ്രഭുവിനും അയച്ചു കൊടുത്തിരുന്നു. ഗ്രൂപ്പിൽ കണ്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. ഏതാ മാതാജി ശ്ലോകം? ഏതാണ്? അവതാരികയാണ്. അവതാരിക 13ാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ്. ഇന്നലെ 2 പേർക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു. എനിക്ക് ഷെയർ ചെയ്തോ മാതാജി? ഗോവിന്ദരാജ പ്രഭുവിന്റെ, ആദ്യകർത്ത പ്രഭുവിന്റെ. ഞാൻ നോക്കട്ടെ, എന്റെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അത് വിടാം. ഇന്നലെ രാത്രി ഞാൻ അയച്ചിരുന്നു. ഗോവിന്ദരാജപ്രഭു ഇപ്പൊ ഇത് ഇടാറില്ല മാതാജി. ഗോവിന്ദരാജപ്രഭു ഇപ്പൊ ഇത് ഇടാറില്ല. ഇല്ലേ? ശരി. ഞാൻ ഷെയർ ചെയ്യാം, നോക്കട്ടെ. ഞാൻ ഷെയർ ചെയ്യാം മാതാജി, പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദൈവശാസ്ത്രങ്ങളിലും ഭഗവത് പ്രേമത്തെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ഉണ്ടായിരിക്കുമെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മെ അറിയിക്കുന്നു. എന്നാൽ എന്താണ് ഭഗവത് പ്രേമമെന്ന് വാസ്തവത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ ഒരു വ്യക്തിയെ ഭഗവത് പ്രേമത്തിന്റെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള വേദശാസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്. ഇതര ശാസ്ത്രങ്ങൾ ഒരുവനെ ഈശ്വരനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുമെന്ന വിവരം നൽകുന്നില്ല. കൂടാതെ വാസ്തവത്തിൽ ആ ഈശ്വരൻ എന്താണെന്നോ ആരാണെന്നോ നിർവചിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്നുമില്ല. അവ ദൈവസ്നേഹത്തെ ഔദ്യോഗികമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ നടപ്പാക്കണമെന്ന കാര്യത്തിൽ അവയ്ക്ക് യാതൊരാശയവുമില്ല. എന്നാൽ യുഗളപ്രേമ ബന്ധത്തിൽ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പ്രായോഗികമായി കാണിച്ചു തരുന്നു. ശ്രീമതി രാധാറാണിയുടെ ഭൂമിക സ്വീകരിച്ച് അവിടുന്ന് കൃഷ്ണനെ രാധ സ്നേഹിച്ചിരുന്നത് പോലെ സ്നേഹിക്കാൻ ശ്രമിച്ചു. കൃഷ്ണൻ എല്ലായ്പ്പോഴും രാധയുടെ പ്രേമത്തിൽ അമ്പരന്നിരുന്നു. ഇത്രയും ആനന്ദം എനിക്ക് നൽകാൻ രാധയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ഭഗവാൻ ചോദിക്കും. രാധയെ മനസ്സിലാക്കുന്നതിന് കൃഷ്ണൻ അവളുടെ ഭാവത്തിൽ ജീവിക്കുകയും
തന്നെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര രഹസ്യം ഇതാണ്. അവിടുന്ന് കൃഷ്ണനാണ്. പക്ഷെ കൃഷ്ണനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരാൻ അവിടുന്ന് രാധാറാണിയുടെ സ്ഥാനവും ഭാവവും സ്വീകരിച്ചിരിക്കുന്നു. അപ്രകാരം ഗ്രന്ഥകാരൻ 5-ാം ശ്ലോകത്തിൽ എഴുതുന്നു: രാധാസ്മരണയിൽ മഗ്നനായ പരമപുരുഷനെ ഞാൻ എൻ്റെ ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പൊ എല്ലാ മതങ്ങളും ഏതു ഭാഷയിലാണെങ്കിലും ശരി, ഏതു മതത്തിലാണെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ഭഗവത് സ്നേഹത്തെ കുറിച്ച് അതിൽ പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണം, എന്താണ് പ്രേമഭക്തി എന്ന ഒരു ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നില്ല. എല്ലാം ഇപ്പം ഖുർആൻ ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് കർത്താവ് ദൈവപുത്രനാണ് ഞാനെന്ന് പറയുന്നുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഖുർആനിലും പറയുന്നുണ്ട് അള്ള. പക്ഷെ ഈ അള്ള ആരാണെന്നോ അല്ലെങ്കിൽ അള്ളയെ എങ്ങനെ സ്നേഹിക്കണമെന്നോ ഒന്നും ഒരു ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിച്ചു തരുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഏത്? ചൈതന്യ ചരിതാമൃതം. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ മാത്രമാണ് എങ്ങനെ ഭഗവാനെ സ്നേഹിക്കാം, ഭഗവാനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്കും ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കുമെന്ന് നല്ല വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. പറയുക മാത്രമല്ല, മഹാപ്രഭു നമ്മൾക്ക് കാണിച്ചു തന്നു എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണമെന്ന്. എന്താണ് ഭഗവത് പ്രേമമെന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. ഹരേ കൃഷ്ണ, ഷെയർ ചെയ്യാൻ പറ്റിയോ? അതായത് കൃഷ്ണപ്രേമം എന്താണെന്ന്, യുഗള പ്രേമം എന്താണെന്ന്, അതായത് രാധാകൃഷ്ണ പ്രേമം എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ഇപ്പൊ നമുക്കറിയാം ഭഗവാനാണ് രസജ്ഞൻ, അതായത് എല്ലാ രസങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്. പക്ഷെ ആ ഭഗവാന് പോലും രാധാറാണിയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാനെ സേവിക്കുന്നതിൽ നിന്നും കിട്ടുന്ന ആനന്ദം രാധാറാണി എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് എന്ന് ഭഗവാന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ ആ ആനന്ദം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. അത് ആ സ്നേഹം അല്ലെങ്കിൽ ആ ആനന്ദം എന്താണെന്ന് എനിക്കും അറിയണം. രാധ എന്താണ് അനുഭവിക്കുന്നത് എന്നെ സേവിക്കുന്നതിൽ നിന്ന്, അത് എനിക്കും കൂടി അറിയണമല്ലോ എന്നുള്ള ആ ഭാവത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. അത് തന്നെയുമല്ല, മഹാപ്രഭു സ്വയം അതറിയുകയും നമ്മളെ അത് എങ്ങനെ അറിയാം എന്ന് നമുക്കും അത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയും ചെയ്തു. അതേവരെ ആർക്കും അറിയില്ലായിരുന്നു. ഭഗവാനെ എങ്ങനെ ഭഗവത് പ്രാപ്തി കൈവരിക്കാമെന്നോ ഒന്നുമേ അറിയില്ല. ഭഗവാന്റെ മഹത്വം എന്താണെന്നും അറിയില്ല ആർക്കും. പക്ഷെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നതോടെയാണ്, അവതരിച്ചതോടെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതായത് രാധാ തത്വവും കൂടി മനസ്സിലാക്കാൻ നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് സാധിച്ചത്. നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ മദനമോഹനാണ്. കാമദേവനെ പോലും മോഹിപ്പിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ പോലും മോഹിപ്പിക്കുന്നവളാണ് ശ്രീമതി രാധാറാണി. അതായത് മോഹിനി എന്നാണ് രാധാറാണി അറിയപ്പെടുന്നത്. മഹാഭാവത്തിലാണ് രാധാറാണി, അതും മദനാഖ്യ മഹാഭാവമാണ് രാധാറാണിയുടേത്. നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാന് പരമദിവ്യോത്തമ പുരുഷൻ, പരമസത്യം, ഇല്ലേ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാന്റെ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. നമുക്കറിയാമത്. വേണും കൊണന്തം അരവിന്ദ ദളായതാക്ഷം ബർഹാവതംസം അസ്യതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദവാദി പുരുഷം തമഹം ഭജാമി. അതായത് ത്രിഭംഗ സുന്ദരനായിട്ട് ഓടക്കുഴല് പിടിച്ചു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള രൂപം, അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേതെന്ന് നമ്മളെ ബ്രഹ്മസംഹിതയിൽ കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു, ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവാനെ സേവനം ചെയ്തും നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാം, നമുക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു തന്നു. മഹാപ്രഭു കാണിച്ചു തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫോളോ മീ, ഇല്ലേ? എന്നെ പിന്തുടരൂ.
എന്നാല് നിങ്ങൾക്കും ആ ആനന്ദം സ്വയം അനുഭവിക്കാൻ സാധിക്കും. അത് എങ്ങനെ വേണം, എങ്ങനെ പിന്തുടരണം എന്നുകൂടി കാണിച്ചു തന്നു. ഭഗവാന്റെ തിരുനാമം ജപിക്കുക, നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, പിന്നെ ഭഗവാന് സേവനം ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. അതേപോലെ നമ്മള് സ്നേഹിക്കുന്ന നമ്മളുടെ എല്ലാമായ ശ്രീകൃഷ്ണ ഭഗവാനും നമ്മൾക്കെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ എങ്ങനെയാണോ ഭൗതിക ലോകത്തില് നമുക്കുള്ളവരെ സ്നേഹിക്കുന്നത്, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ സ്നേഹം നമുക്ക് തിരിച്ചു തരും. നമ്മളെ സ്വീകരിച്ചുകൊണ്ട്, ഓരോ ജീവാത്മാക്കളെയും ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം ഭഗവാന്റെ ആ നിത്യധാമത്തില് ശാശ്വത സേവകരായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. മഹാപ്രഭു അത് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ പിന്തുടരൂ എന്ന് മഹാപ്രഭു നമ്മളോട് പറയുകയും ചെയ്തു. അപ്പം നമ്മൾ മഹാപ്രഭുവിനെ അനുസരിക്കുകയാണെങ്കിൽ, മഹാപ്രഭു പറഞ്ഞതുപോലെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് പ്രാപ്തി കൈവരിക്കാന് നമുക്ക് സാധിക്കും. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് മനസ്സിലാക്കിയവർക്ക് ഈ ഭൗതിക ലോകത്തില് ജനിക്കേണ്ടി വരില്ല എന്ന്. പക്ഷേ അത് മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എളുപ്പമാക്കി തന്നത് ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് നമുക്കത് എളുപ്പമാക്കി തന്നത്. ഇപ്പൊ രാധാറാണി എങ്ങനെയാണോ ഭഗവാനെ സ്നേഹിച്ചത്, അതേപോലെ തന്നെയാണ് നമുക്കും സ്നേഹിക്കാൻ സാധിക്കും. രാധാറാണി എങ്ങനെയാണോ ആനന്ദം അനുഭവിച്ചത്, ആനന്ദം നമുക്കും സ്വയം അനുഭവിക്കാൻ സാധിക്കുമെന്ന് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു തന്നു. അതാണ് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊരു ഗ്രന്ഥങ്ങളിൽ കൂടിയും ഈവൻ ഭാഗവതത്തിൽ കൂടിയും പോലും പറയുന്നില്ല എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണം, ഇതുവഴി പോയാൽ മതി, ഇതുപോലൊക്കെ ചെയ്താൽ മതി എന്ന് ഭാഗവതം പോലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ശ്രീ ചൈതന്യ ചരിതാമൃതം മാത്രമാണ് എങ്ങനെ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം. മാതാജി ഇത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മാതാജി അയച്ചത് ഇതാണോ ചൈതന്യ ചരിതാമൃതത്തിന്റെ? അതെ അതെ, പേജ് 14 അത് തന്നെ. അതെ, ഇത് 5-ാമത്തെ ശ്ലോകത്തിലാണ്. ശ്ലോകം ഞാൻ ഷെയർ ചെയ്തില്ല. 5-ാം ശ്ലോകത്തിലാണ് ആദിലീലയിൽ 1-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ ശ്ലോകം. അത് നമുക്ക് അധ്യായം എടുക്കുമ്പോൾ ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ ആ ശ്ലോകം ചൊല്ലാം. രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഹ്ലാദിനി ശക്തിരസ്മാത് ഏകാത്മാനോ അപി ഭുവി പുര ദേഹഭേദം ഗദൗതോ ചൈതന്യാഖ്യം പ്രകടമധുന തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നവമി കൃഷ്ണ സ്വരൂപം. അതായത് രാധാകൃഷ്ണന്മാരുടെ ആ ലവിങ് എക്സ്ചേഞ്ച് പറഞ്ഞ പ്രേമ വ്യവഹാരങ്ങള് എങ്ങനെയാണ് നടക്കുന്നത്? ഭഗവാന്റെ അന്തരംഗ ശക്തിയിലൂടെയാണ്. അന്തരംഗ ശക്തിക്ക് 3 വിഭാഗങ്ങളുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്റേണൽ പൊട്ടൻസി, ഇന്റേണൽ പൊട്ടൻസി, അതായത് ഹ്ലാദിനി, സംവിത്ത്, സന്ധിനി, ഇങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. അതില് ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. ഭഗവാന് ആഹ്ലാദം കൊടുക്കുന്ന, ആനന്ദം കൊടുക്കുന്ന ശക്തിയാണ് ശ്രീമതി രാധാറാണി. അതെല്ലാം തന്നെ അതീന്ദ്രിയമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. അതീന്ദ്രിയ ശക്തിയുടെ ആ ശക്തി കൊണ്ടാണ് അവരുടെ ആ ലവിങ് എക്സ്ചേഞ്ച്, പ്രേമ വ്യവഹാരങ്ങള് സാധ്യമാകുന്നത്. ശരിക്കും പറഞ്ഞാല് രാധാകൃഷ്ണന്മാർ ഒന്ന് തന്നെയാണ്. അവര് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പക്ഷെ ആ ലീലകൾക്ക് വേണ്ടി അവർക്ക് സ്വയം ഭഗവാന് ആനന്ദം അനുഭവിക്കാനായിട്ട് ഭഗവാന്റെ ആനന്ദ ശക്തി രണ്ടായതാണ് ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത്. ഇപ്പൊ വീണ്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചപ്പോഴോ ആ 2 സ്വരൂപങ്ങളും വീണ്ടും ഒന്നായിട്ട് രാധയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ രാധയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ രാധാറാണിയുടെ നിറമാണ്. രാധാറാണിയുടെ നിറം എന്ന് പറയുന്നത് സുവർണ നിറമാണ്. അതുകൊണ്ടാണ് ഗൗരാംഗ മഹാപ്രഭുവിനും സുവർണ നിറം. ഗൗരവർണം ഹേമാംഗമാണ് പറയുന്നത്. അതായത് സ്വർണത്തിന്റെ നിറമാണ്, ഉരുക്കിയ പൊന്നിന്റെ തിളക്കമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്. അത് രാധാറാണിയുടെ നിറമാണ്.
അതേ മനോഭാവം രാധാറാണിയുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാനോടുള്ള സമീപനം, ആ ആരാധന എപ്രകാരമാണോ അതുപോലെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും. അങ്ങനെയുള്ള ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് ആർക്കെങ്കിലും വായിക്കാമോ? ഇതാകട്ടെ ആരാണ് ശ്രീമതി രാധാറാണി, ആ പാരഗ്രാഫ്. 14-ാമത്തെ പേജല്ലേ? ഹരേ കൃഷ്ണ മാതാജി. ഇതാകട്ടെ ആരാണ് ശ്രീമതി രാധാറാണി എന്നും എന്താണ് രാധാകൃഷ്ണ തത്വം എന്നുമുള്ള ചോദ്യം ഉയർത്തുന്നു. അതല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ. വാസ്തവത്തിൽ രാധാകൃഷ്ണൻ എന്നത് പ്രേമത്തിന്റെ വിനിമയമാണ്. എന്നാൽ സാധാരണ പ്രേമത്തിന്റെയല്ല. കൃഷ്ണന് അളവറ്റ ശക്തികളുണ്ട്. അവയിൽ 3 ശക്തികൾ മുഖ്യമാണ്: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അന്തരംഗ ശക്തിയിൽ 3 വിഭാഗങ്ങളുണ്ട്: സംവിത്, ഹ്ലാദിനി, സന്ധിനി. ഹ്ലാദിനി ശക്തി കൃഷ്ണന്റെ ആഹ്ലാദ ശക്തിയാണ്. ആഹ്ലാദം തേടുന്ന ഈ ശക്തി എല്ലാ ജീവസത്തകൾക്കുമുണ്ട്. കാരണം എല്ലാ ജീവജാലങ്ങളും സന്തോഷം നേടാൻ ശ്രമിക്കുന്നു. ജീവസത്തയുടെ സഹജമായ സ്വഭാവമാണിത്. ഇപ്പോൾ നാം ഭൗതികാവസ്ഥയിലുള്ള ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആഹ്ലാദ ശക്തി ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. ശാരീരിക സമ്പർക്കത്തിലൂടെ ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് സന്തോഷം നേടാൻ നാം ഉദ്യമിക്കുന്നു. എന്നാൽ ശാശ്വതമായി ആത്മീയ വിധാനത്തിലുള്ള കൃഷ്ണനും ഈ ഭൗതിക തലത്തിൽ സന്തോഷം നേടാൻ ശ്രമിക്കുന്നുണ്ടെന്ന അബദ്ധപൂർണമായ ആശയത്തെ നാം സ്വീകരിക്കരുത്. ഭൗതിക ലോകത്തെ ദുരിതപൂർണവും അസ്ഥിരവുമായ സ്ഥലമായിട്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ചിത്രീകരിച്ചിട്ടുള്ളത്. പിന്നെന്തിന് അവിടുന്ന് ഭൗതിക പദാർത്ഥത്തിൽ സന്തോഷം തേടണം? പരമാത്മാവായ അവിടുത്തെ ആനന്ദം ഭൗതിക സങ്കല്പങ്ങൾക്ക് അതീതമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആരാണ് ശ്രീമതി രാധാറാണി. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ ചോദിക്കാം, ഇത് ആരാണ് ശ്രീമതി രാധാറാണി, എന്താണ് രാധാകൃഷ്ണന്മാരുടെ തത്വം എന്താണ് എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ വരും, ഇല്ലേ? പക്ഷേ രാധാകൃഷ്ണന്മാര് മുമ്പേ പറഞ്ഞ പോലെ അവരൊന്നാണ്, അവരൊരിക്കലും രണ്ടല്ല, ഒരേ ആത്മാവാണ്, രണ്ടുപേരും ഒരേ ശരീരമാണ്. പക്ഷെ എന്തുകൊണ്ട് അവര് രണ്ടായി? ഭഗവാന് സ്വയം ആനന്ദം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അവര് രാധാറാണി ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും പ്രകടമായി. ആനന്ദശക്തിയാണ് രാധാറാണിയുടെ രൂപത്തില് വന്നിരിക്കുന്നത്. അത് സാധാരണ നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള കാമുകന്മാരുടെ പ്രേമമല്ലാതെ ആധ്യാത്മിക പ്രേമമാണ്. അത് നമുക്കറിയാം, ഭഗവാന് അനന്തമാണ് ഭഗവാന്റെ ശക്തികൾ, ഇല്ലേ? അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ 3 എണ്ണം: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അന്തരംഗ ശക്തി തന്നെ 3 എണ്ണം ഉണ്ട്: ഹ്ലാദിനി, സംവിത്ത്, സന്ധിനി. അതുപോലെ ബഹിരംഗ ശക്തി നമുക്കറിയാം, അത് മായയാണ്. അതുപോലെ തന്നെ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മള് ജീവാത്മാക്കളാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പം വെള്ളം ചിലപ്പോൾ കരയിലേക്ക് കയറി വരും, ഇല്ലേ? അല്ലാത്തപ്പോഴോ കരയിൽ നിന്ന് വിട്ട് ദൂരത്താവും വെള്ളം കിടക്കുക. അപ്പൊ അതുപോലെയാണ് നമ്മളും ചിലപ്പോഴൊക്കെ ആധ്യാത്മികതയിലേക്ക് വരും. കൂടുതൽ സമയവും എവിടെയാണ്? ഭൗതികതയിലാണ്. അതുകൊണ്ടാണ് നമ്മളെ തടസ്ഥ ശക്തികളായിട്ട് കണക്കാക്കുന്നത്. അതായത് നമ്മൾ കരയിലും അല്ല വെള്ളത്തിലും അല്ലാത്ത മട്ടില് നമ്മൾ തീരത്ത് സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് തടസ്ഥ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ജീവാത്മാക്കളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജീവാത്മാക്കൾക്കും ആനന്ദമയ അഭ്യാസം, നമുക്കും ആനന്ദം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ആ ആനന്ദം എവിടെ നിന്ന് കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഭൗതികതയിൽ നിന്നും, ഇല്ലേ? ഭൗതികതയിൽ എവിടെ പോയാലാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നതും. പക്ഷേ ആനന്ദം എന്താണ്? അത് താൽക്കാലികമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതൊരിക്കലും ആനന്ദമല്ലാതെ, കാരണം ഒരു നിമിഷം നമുക്ക് സന്തോഷിക്കാൻ ഇടയായാൽ അടുത്ത നിമിഷം നമുക്ക് ഇരട്ടി ദുഃഖങ്ങളാവും നമ്മളെ കാത്തിരിക്കുക. അപ്പൊ ഈ ഭൗതിക ലോകത്തിലെ ആനന്ദം എന്ന് പറയുന്നത് നിരാനന്ദമാണ്. ഇത് ശാശ്വതമായിട്ടുള്ള ആനന്ദമല്ല. പക്ഷേ ശാശ്വതമായിട്ടുള്ള ആനന്ദം എവിടെ കിട്ടും? അത് ഭഗവാനിൽ നിന്നേ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയവരെ ഭഗവാനിലേക്ക് തിരിഞ്ഞ് ആ ആനന്ദം അനുഭവിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ
സാധന ഭക്തി പരിശീലിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഭഗവാനോടൊപ്പം ഭഗവാന് സേവനം ചെയ്ത ആ ആനന്ദം നമുക്കും അനുഭവിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ്. ഇപ്പം ജീവാത്മാക്കളുടെ പ്രകൃതിയാനുള്ള സ്വഭാവമാണ് ആനന്ദം അന്വേഷിക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ ആ വാസനയെ നമ്മൾ ആധ്യാത്മികതയിലേക്ക്, അതായത് ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്കും ശാശ്വതമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു. അതിനു വേണ്ടിയിട്ടാണ് മഹാപ്രഭു തിരുനാമം ഈ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഭഗവാന് സേവനം ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കൂടിയാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്, ഇല്ലേ? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നശ്വരമാണ്, നശിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആനന്ദവും അതും നശിക്കുന്നതാണ്, ക്ഷണം നേരത്തേക്കേ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പം ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥിരമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് അനുഭവിക്കാൻ പറ്റാത്തത്? നമ്മൾ എപ്പോഴും ഭൗതികതയുടെ അല്ലെങ്കിൽ മായയുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ. അപ്പം നമ്മളുടെ ഉള്ളിലുണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള ആനന്ദം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ അതിനുള്ള അന്വേഷണം ഏതിൽ കൂടിയാണ് പോകുന്നത്? ഏത് വഴിക്കാണ് പോകുന്നത്? ഭൗതികമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടിയാണ്. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുന്നു, ഇല്ലേ? പോകുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടു കഴിയുമ്പോൾ ക്ഷണം നേരത്തേക്ക് നമുക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. പക്ഷെ ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് ചില ദുഃഖങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്, ഇല്ലേ? പക്ഷെ നമ്മൾ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞാലോ, അവിടെ നിന്ന് കിട്ടുന്ന അതീന്ദ്രിയ ആനന്ദം ഒരു നിമിഷത്തേക്കെങ്കിലും ഒരാൾക്ക് അനുഭവിക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ ആ വഴി വിട്ട്, ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ വഴി വിട്ടെങ്കിലും നമുക്ക് ആ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ അത് നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ അതിൽ വിജയിക്കുകയാണെങ്കിലോ നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദം എന്നേക്കുമായിട്ട് അനുഭവിക്കാനും നമ്മൾക്ക് സാധിക്കും. ഇതാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ഭഗവാന് സേവനം ചെയ്ത് ഭഗവാന് അനുഭവിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം നമുക്കും അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു തന്നത്. ശ്രീല പ്രഭു അതിൽ പറയുന്നുണ്ട്, ഇത് ദുഃഖാലയം അശാശ്വതമാണെന്ന് ഭഗവാനും പറയുന്നുണ്ട്, ഇല്ലേ? ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പൊ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ എനർജി തന്നെയാണ്, പക്ഷെ അത് മായാശക്തിയാണ് എന്ന് മാത്രം, ഇല്ലേ? അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഇവിടെ വേണ്ട, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ ദുഃഖപൂർണമാണ് ഈ ഭൗതിക ലോകം, ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങൾ ഇവിടെ തുടരണ്ട, നിങ്ങൾ എനിക്ക് സേവനം ചെയ്തും എൻ്റെ തിരുനാമം ജപിച്ചും നിങ്ങൾ എന്നിലേക്ക് വരൂ, ആനന്ദം നിങ്ങളും അനുഭവിക്കൂ എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്. എങ്ങനെ അനുഭവിക്കണമെന്നും ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിലൂടെ. പക്ഷെ നമ്മൾക്കത് കേൾക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അനുസരിക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അനുഭവിക്കാനും നമുക്ക് സാധിക്കുമെന്ന് ചൈതന്യ ചരിതാമൃതത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, തുച്ഛമാണ് ഇവിടുത്തെ ആനന്ദം, നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ഭൗതിക ലോകത്തിലെ ആനന്ദത്തിന്റെ പിന്നാലെ പോകുന്നത്? അപ്പൊ പരമാത്മാവായ അവിടുത്തെ ആനന്ദം ഭൗതിക സങ്കല്പങ്ങൾക്കും അതീതമാണ്. കാരണം എന്താണ്? ഭഗവാൻ ത്രിഗുണാതീതനാണ്, ത്രിഗുണങ്ങൾക്കും അതീതനാണ്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നാലും ഭഗവാൻ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ആനന്ദമല്ല, അതീന്ദ്രിയ ആനന്ദമാണ് ഭഗവാൻ ഇവിടെ നിന്ന് കിട്ടുന്നതും. അതുകൊണ്ടാണ് ഭഗവാൻ തന്റെ പാർഷദരോടൊപ്പം, തന്റെ ഭക്തരോടൊപ്പമാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്, ഇല്ലേ? ഭൗമ വൃന്ദാവനത്തിലാണെങ്കിലും തന്റെ ഭക്തരോടൊപ്പമാണ് ഭഗവാൻ വരുന്നത്. കാരണം എന്താണ്? ഭഗവാൻ ആനന്ദം കൊടുക്കണമെങ്കിൽ ഭഗവാനോട് കിടനിൽക്കുന്ന ആൾക്കാർക്കേ സാധിക്കുകയുള്ളൂ. അത് പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് ഒരിക്കലും ഭഗവാന് സന്തോഷം കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ ആ തലത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. അപ്പം ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവുള്ള ആളിനോടൊപ്പം നിൽക്കുന്ന ആൾക്ക് മാത്രമേ ആ കഴിവിനെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ഭഗവാന്റെ അതീന്ദ്രിയ ആനന്ദം എന്തെന്ന് മനസ്സിലാക്കിയവരാണ് ആധ്യാത്മിക ലോകത്തിലുള്ളവര്. അപ്പൊ അവർക്ക് മാത്രമേ ഭഗവാൻ ആനന്ദം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോഴും തന്റെ നിത്യ പാർഷദരുടെ കൂടെ വരുന്നത്. ഇവിടെ വെച്ച് അവരുമായിട്ട് ലീലകൾ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്.
ഇങ്ങനെയാണ് ഞാനുമായിട്ട് ആനന്ദം അനുഭവിക്കേണ്ടത് എന്ന്. നമ്മൾ ആ തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ മാത്രമേ നമുക്കും ഭഗവാൻ ആനന്ദം കൊടുക്കാനും ആ ആനന്ദം നമുക്ക് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ച് നമ്മളെ അത് പഠിപ്പിക്കുകയാണ് മഹാപ്രഭു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാനെ സേവനം ചെയ്യുകയും ചെയ്ത് ആ നിത്യാനന്ദം അനുഭവിക്കാൻ നമ്മളും തയ്യാറാകണം. അതിനുള്ള പരിശീലനമാണ് നമ്മളിപ്പം അത് പരിശീലിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആ പരിശീലനത്തിൽ കൂടി നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്കും ആ ആനന്ദം സ്വയം അനുഭവിക്കാൻ നമുക്കും സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവ. കൃഷ്ണൻ ആഹ്ലാദം ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നാം നിർബന്ധമായും ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ 9 സ്കന്ധങ്ങൾ പഠിക്കണം. പിന്നീട് ശ്രീമതി രാധാറാണിയോടും വ്രജതരുണിമാരോടും ഒപ്പമുള്ള ലീലകളിൽ കൃഷ്ണൻ തന്നോട് ആഹ്ലാദ ശക്തി എങ്ങനെയാണ് പ്രകടിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ 10ാം സ്കന്ധം പഠിക്കണം. നിർഭാഗ്യവശാൽ ബുദ്ധിഹീനരായ ജനങ്ങൾ ദശമസ്കന്ധത്തിലെ കൃഷ്ണന്റെ ക്രീഡകളിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറുന്നു. കൃഷ്ണൻ രാധാറാണിയെ ആലിംഗനം ചെയ്യുന്നതും ഗോപികമാരുമൊത്ത് രാസ്യനൃത്തം ആടുന്നതും പൊതുവെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ഈ ലീലകളെ പ്രാപഞ്ചികമായ കാമത്തിന്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. കൃഷ്ണനും അവരെ പോലെ തന്നെയാണെന്നും അവിടുന്ന് ഗോപികമാരെ ആലിംഗനം ചെയ്യുന്നത് ഒരു സാധാരണ പുരുഷൻ ഒരു യുവതിയെ ആലിംഗനം ചെയ്യുന്നത് പോലെയാണെന്നും അവർ വിഡ്ഢിത്തത്തിൽ വിചാരിക്കുന്നു. ചില ആളുകൾ അപ്രകാരം കൃഷ്ണന് താല്പര്യമുള്ളവരായി തീരുന്നു. കൃഷ്ണന്റെ ധർമ്മം യഥേഷ്ടം ലൈംഗിക വ്യവഹാരം അനുവദിക്കുന്നുണ്ടെന്ന് അവർ കരുതുന്നു. ഇത് കൃഷ്ണഭക്തി അഥവാ കൃഷ്ണ പ്രേമമല്ല, മറിച്ച് പ്രാകൃത സഹജീയം ഭൗതികമായ കാമമാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, രാധാറാണിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭാഗവതം പഠിക്കണം. അതായത് ഭഗവാന്റെ ശക്തിയാണ് രാധാറാണി എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഭാഗവതത്തിൽ കൂടിയേ സാധിക്കുകയുള്ളൂ. ഭാഗവതത്തിൽ ഒരിടത്ത് മാത്രമേ രാധാറാണിയെ സൂചിപ്പിക്കുന്നുള്ളൂ. ആരാധന എന്നൊരു വാക്കു മാത്രമാണ്. കാരണം എന്താണ്? ഭാഗവതം എഴുതിയ ആ രചയിതാവിന് അത് രാധാറാണിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ മൂർച്ഛിച്ചു വീഴുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഭഗവാനെ പറ്റി അതിലെ വ്യാസദേവനെ സൂചിപ്പിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തില് രാധാറാണിയെ കുറിച്ച് പ്രതിപാദിക്കാത്തത്. കാരണം രാധാ തത്വം എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആണ്, അത്ര പൊട്ടൻസിയാണ് രാധാറാണിക്ക്. അപ്പൊ നമുക്കറിയാം ഭാഗവത സപ്താഹങ്ങളിലൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലും 9 സ്കന്ധം കഴിച്ചു കൂട്ടി 10ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അവര് ഓരോ 10ാമത്തെ അധ്യായത്തിലെ ഭഗവാന്റെ ലീലകളൊക്കെ വിസ്തരിക്കുന്നത് കേട്ട് കഴിഞ്ഞാല് നമ്മൾക്കത് കേട്ടിരിക്കാൻ സാധിക്കില്ല. കാരണം അവരെങ്ങനെയൊക്കെയാണ് വളച്ചൊടിച്ചിട്ടാണ് ഓരോ അധ്യായങ്ങളും വിവരിച്ചു പോകുന്നത്. അതിന്റെ തത്വം എന്തെന്ന് അവര് പുറത്തു പറയുന്നില്ല. കാരണം ആ തത്വം അവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഭഗവാന്റെ ഓരോ ലീലകൾക്കും പിന്നിൽ ഓരോ തത്വങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ലീലകൾ വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഈ ഭാഗവത സപ്താഹങ്ങള് നടത്തുന്നത്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഞാൻ, പക്ഷെ അവരങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവര് എന്താണ് അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭഗവാന് രൂപമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. രൂപമില്ലാത്ത ഒരു വസ്തുവിനെ രൂപമെടുക്കാൻ എങ്ങനെ സാധിക്കും? അതവര് ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പൂവ് നമ്മളുടെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞാല് നമ്മൾക്ക് ആ ഇഷ്ടമുള്ള ഒരു പൂവിന്റെ രൂപമാണ് നമ്മളുടെ ഉള്ളിൽ വരിക, ഇല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി നിങ്ങൾ സങ്കല്പിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവിന്റെ രൂപം നമ്മളുടെ മുൻപിൽ വരും, നമ്മളുടെ ഉള്ളിൽ വരും. അപ്പം രൂപമില്ലാത്ത ഭഗവാൻ എങ്ങനെ രൂപമെടുത്ത് ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കാൻ സാധിക്കും? അവര് പറയുന്നത് എന്താണ്? ബ്രഹ്മം കൃഷ്ണനായിട്ട് വന്നു എന്നാണ്. ബ്രഹ്മത്തിന് രൂപമില്ല. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിലെ ആ പ്രഭയാണ് നമ്മൾ ബ്രഹ്മജ്യോതിയായിട്ട് കണക്കാക്കുന്നത്. അത് ആ ഒരു രൂപത്തിൽ നിന്നാണ് പ്രകാശം പുറപ്പെടുന്നത്, ഇല്ലേ? നമ്മള് സ്വിച്ച് ഓണാക്കുമ്പം ബൾബ് കത്തുന്നു. ആ ബൾബിന്റെ ഉള്ളിൽ പ്രകാശം എന്താണ്? ആ രൂപത്തിലാണ് വരുന്നത്, ഇല്ലേ? ഇപ്പൊ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്താൽ വെള്ളത്തിന്റെ രൂപം എന്ന് പറയുന്നത് ആ പാത്രത്തിന്റെ രൂപമാണ്. അതേപോലെയാണ്. അപ്പൊ രൂപമില്ലാത്തൊരു വസ്തുവിന് ഒരിക്കലും രൂപം സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രകാശത്തിന് രൂപമുണ്ടോ? ഇല്ല. പ്രകാശം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിലാക്കാൻ അവര് ശ്രമിക്കുന്നതേ ഇല്ല. അവരാ ബ്രഹ്മത്തിൽ പിടിച്ചു നിൽക്കുന്നതാണ് അവരുടെ കുഴപ്പം.
അപ്പൊ അവർക്ക് ഭഗവാനെ കുറിച്ച് ശരിയായിട്ടുള്ള ധാരണ ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അബദ്ധ ധാരണകൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവര് ഭാഗവത സപ്താഹ വേദികളില് അവര് ഭഗവാനെ കുറിച്ച് കൊട്ടിഘോഷിക്കുന്നത്. അതൊരിക്കലും ശരിയാവില്ല. അതാണ് ഇവിടെ ശ്രീല പ്രഭാതര് പറയുന്നത്. 9 സ്കന്ധവും ശരിയായ രീതിയിൽ പഠിച്ചിട്ട് വേണം ദശമസ്കന്ധത്തിലേക്ക് കടക്കാനായിട്ട്. ആ 9 സ്കന്ധങ്ങളിൽ ഭഗവാനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തരിൽ കൂടി നമ്മളെ അത് മനസ്സിലാക്കിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ദശമസ്കന്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാല് ഭഗവാന്റെ ഓരോ ലീലകളും, ഭഗവാനെ പറ്റിയും ഭഗവാന്റെ ലീലകളെ പറ്റിയും അതിന്റെ പിന്നിലുള്ള തത്വത്തെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദരും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അതാണ് പറയുന്നത്. അല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാതെ നമ്മള് ഭാഗവതം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമായിട്ട് പോകും. ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ആ രാധാറാണിയോടും ഗോപികമാരും ഒത്തുള്ള ലീലകൾ മനസ്സിലാക്കണമെങ്കിൽ മറ്റു 9 അധ്യായങ്ങളിൽ കൂടി ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ലീലകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ബുദ്ധിഹീനരാണ്. കാരണം നമ്മളുടെ കുഴപ്പമല്ല, കലിയുഗത്തിന്റെ കുഴപ്പമാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ ബുദ്ധി ഉണ്ടെങ്കിലും ആധ്യാത്മികമായിട്ട് നമ്മൾക്ക് ബുദ്ധി കുറവാണ്, താല്പര്യവും കുറവാണ്. അത് കാരണമാണ് നമ്മൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾക്ക് ശ്രദ്ധ, താല്പര്യം വരാത്തത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദശമസ്കന്ധത്തിലേക്ക് കയറി ദശമസ്കന്ധം വർണ്ണിക്കാനാണ് ഇങ്ങനെയുള്ളവർക്ക് താല്പര്യം എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം ഗോപികമാരുമൊത്തുള്ള ലീലകൾ എന്ന് പറയുന്നത് അവരുടെ ആത്മീയമായിട്ടുള്ള ബന്ധമാണ്. അവിടെ അവർക്ക് ശരീരം ബോധമേ ഇല്ല. നമുക്ക് ആധ്യാത്മിക പാതയിൽ നമ്മൾ വന്നു കഴിഞ്ഞാല് നമ്മളുടെ ശരീരബോധം ഉപേക്ഷിക്കണമെന്ന് നമ്മളുടെ ആചാര്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരീരബോധം വെച്ചുകൊണ്ട് നമുക്ക് ആധ്യാത്മിക പാതയിൽ മുന്നേറാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരം എന്ന് പറയുന്നത് നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് കത്തി ശാമ്പലാകേണ്ടതാണ്. അങ്ങനെയുള്ള, അതായത് ഒരു മൊബൈൽ സേപ്റ്റിക് ടാങ്കാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മളതിങ്ങനെ അലങ്കരിച്ച് കൊണ്ട് നടക്കുക മാത്രമാണ് എന്നൊരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരബോധം വിടാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ആ ശരീരബോധം വിട്ട് നമ്മൾ ആധ്യാത്മിക തലത്തിൽ സ്ഥിതി ചെയ്തെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച്, മഹാപ്രഭുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അവരിവിടെ വന്ന് നടത്തുന്ന ലീലകള് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല എന്ന് നമ്മൾക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ ആ തലത്തിൽ സ്ഥിതി ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഭഗവാന്റെ രാസലീലകളെ കുറിച്ച് മനസ്സിലാക്കാനും ഗോപികമാരെ, രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരെ കുറിച്ചും അവരേത് തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും നമ്മെ പോലുള്ള പതിതാത്മാക്കൾക്ക് സാധിക്കുള്ളൂ. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നതല്ല ഈ ലീലകളൊന്നും. കാരണം അവരെ ആത്മീയമായിട്ട് ഒന്നിക്കുകയാണ് ചെയ്യുന്നത് രാസലീലയില്. അവിടെ കാമത്തിന് യാതൊരു സ്ഥാനവുമില്ല രാസലീലയില്. ഭഗവാനും ഭക്തരും തമ്മിലുള്ള ലീലകളാണ്. അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം. ആത്മാവുകളുടെ ഒത്തുചേരലാണ്, അവരുടെ ഐക്യം പ്രാപിക്കലാണ് രാസലീല എന്ന് പറയുന്നത്. അവരെല്ലാം മറന്നിട്ടാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ മാത്രം തങ്ങളുടെ മനസ്സും ബുദ്ധിയും അർപ്പിക്കുക. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഭഗവാനുമായിട്ട് ലീലകൾ നടത്തുന്നത്. അവിടെ ശരീരബോധമേ വരുന്നില്ല. വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നത്, ആഭരണങ്ങൾ അഴിഞ്ഞു വീഴുന്നതൊന്നും അവരറിയുന്നതേ ഇല്ല. അവരത്രയ്ക്ക് ഭഗവാനിൽ അവരുടെ മനസ്സും ബുദ്ധിയും അവർ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതാണ് നമ്മളെ രാസലീലയിൽ നിന്ന് പഠിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ ഒരു കാമകേളി അല്ല അവിടെ നടക്കുന്നത്. കാമത്തിന് അല്പം പോലും, ഒരു എള്ളിന്റെ അത്രയും പോലും സ്ഥാനം രാസലീലയിലില്ല. അവര് ഭഗവാനെ പരിപൂർണമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് കിട്ടിയ ഒരു നിമിഷമാണ്, കുറച്ച് നിമിഷങ്ങളാണ്. ഭഗവാൻ എപ്പോഴും ഗോപന്മാരുമൊത്ത്, പശുക്കളുമൊത്ത്, പശുക്കുട്ടികളുമൊത്താണ് കാണുന്നത് അവര്. അപ്പൊ അവർക്ക് മാത്രമായിട്ട് കിട്ടിയ കുറച്ച് നിമിഷങ്ങള് അവര് ഭഗവാനുമൊത്ത് അവര് ആസ്വദിക്കുകയാണ് ചെയ്തത്. എല്ലാം മറന്ന്, തൻ്റെ കുടുംബത്തെ മറന്നു, വീട്ടിലുള്ളവരെ എല്ലാം മറന്നിട്ട്, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് അവര് ഭഗവാനുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുകയാണ് ചെയ്തത്. അതാണ് രാസലീല എന്ന് പറയുന്നത്. തങ്ങളുടെ മനസ്സ് ബുദ്ധിയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു. അതാണ് രാസലീല എന്ന് പറയുന്നത്. കാരണം ഗോപികമാർ ആ തലത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്കത് സാധ്യമായത്. അപ്പം ചില ആളുകള് ഈ ഒരു തെറ്റായ ധാരണ വെച്ചുകൊണ്ടാണ് ഭഗവാനിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ശരിയായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കില്ല.
കൃഷ്ണന്റെ ധർമ്മം യഥേഷ്ട ലൈംഗിക വ്യവഹാരം ഉണ്ടെന്നവർ കരുതുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭൗതിക ലോകത്തില് രാസലീലയൊക്കെ തെറ്റായ രീതിയിൽ വർണ്ണിക്കുകയും ചിലരൊക്കെ അത് അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വ്യാജ എന്താ പറയുന്നത് ഭക്തിയുടെ ഉന്നതതലത്തിൽ എത്തിയെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നതാണ്. ചിലര് അതേപോലെ ഭഗവാന്റെ ലീലകളെ അനുസരിക്കാനും അവര് അബദ്ധത്തിൽ ചെന്ന് മറ്റുള്ളവരും ആ പാത പിന്തുടർന്ന് അബദ്ധത്തിൽ ചെന്ന് പെടാനും ഇടയാക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ തെറ്റിദ്ധാരണ ഉള്ളിലെ ഇരിക്കുന്നത് കൊണ്ടാണ്. അവരാരും ശരിയായിട്ടുള്ള ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ടില്ല. ശരിയായിട്ടുള്ള ഭക്തിയുടെ തലത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങളെ ശരിയായിട്ട് വിവേചിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകും. ഇതവർക്ക് അത്രയൊക്കെ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ അവർ ആ ഭക്തി മാർഗത്തില് കൈവരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധധാരണകൾ ഇങ്ങനെയുള്ള കപട ഭക്തരില് ഉളവാകുന്നത്. അപ്പൊ ഇത് കൃഷ്ണഭക്തി അഥവാ കൃഷ്ണ പ്രേമമല്ല, മറിച്ച് പ്രാകൃത സഹജീയം. പ്രാകൃത സഹജീയം എന്ന് പറഞ്ഞാല് കാമവാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഭൗതിക ലോകത്തിലെല്ലാം കാമത്തെ ആശ്രയിച്ചിട്ടാണ്, ഇല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പോലും കാമത്തെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ കാമവാസന ഉള്ളിൽ ഇട്ടുകൊണ്ട് ഭക്തിമാർഗത്തിൽ നമുക്ക് ഒരിക്കലും മുന്നേറാന് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ പാരഗ്രാഫിൽ കൂടി മനസ്സിലാക്കാന് സാധിക്കും. അതായത് ഭഗവാനും തന്റെ ഭക്തരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധ പ്രേമമാണ്. ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിയവരുമായിട്ടാണ് ഭഗവാന് ഇപ്രകാരമുള്ള ലീലകൾ നടത്തുന്നത്. അവിടെ ഭൗതികത അല്പം പോലും ഇല്ല. അപ്പൊ നമ്മളൊക്കെ ഭൗതിക തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അതിനുള്ള പക്വത നമ്മൾക്ക് കൈവന്നിട്ടില്ല. അതിനാണ് നമ്മൾ തിരുനാമം ജപിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ആ തലത്തിൽ എത്തിച്ചേരാന് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ലീലകളൊക്കെ ശരിയായ രീതിയിൽ അതിന്റെ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി നമുക്ക് കൈവരിക്കാന് സാധിക്കും. ഞാൻ ഹരേ വായിക്കട്ടെ കൃഷ്ണ. മാതാജി. ഇനി ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അത്തരം തെറ്റുകൾ ഒഴിവാക്കാൻ എന്താണ് വാസ്തവത്തിൽ രാധാകൃഷ്ണൻ എന്ന് നാം മനസ്സിലാക്കണം. രാധയും കൃഷ്ണനും അവരുടെ ലീലകൾ പ്രദർശിപ്പിക്കുന്നത് അവിടുത്തെ അന്തരംഗ ശക്തിയിലൂടെയാണ്. കൃഷ്ണന്റെ അന്തരംഗ ശക്തിയിലെ ഹാദിനി ശക്തി അങ്ങേയറ്റം ദുർഗ്രാഹ്യമായ വിഷയമാണ്. കൃഷ്ണൻ എന്താണെന്ന് അറിയാത്തിടത്തോളം അത് ഗ്രഹിക്കാനാവില്ല. കൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിലെ ആനന്ദം സ്വീകരിക്കുന്നില്ല. എങ്കിലും അവിടുത്തേതായൊരു ഹ്ലാദിനി ശക്തിയുണ്ട്. നാം അവിടുത്തെ വിഭിന്നാംശങ്ങളാകയാൽ ഹ്ലാദിനി ശക്തി നമ്മിലുണ്ട്. പക്ഷേ നാം ഹ്ലാദിനി ശക്തിയെ ഭൗതിക പദാർത്ഥത്തിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൃഷ്ണൻ അത്തരം വ്യർത്ഥമായ ഒരു ഉദ്യമം നടത്തുന്നില്ല. കൃഷ്ണന്റെ ആഹ്ലാദ ശക്തിയുടെ വിഷയം രാധാറാണിയാണ്. കൃഷ്ണൻ തന്റെ ശക്തിയെ രാധയായി പ്രകടമാക്കുകയും പിന്നീട് അവളുമായി പ്രേമകാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മറ്റു വാക്കുകളിൽ കൃഷ്ണൻ ഈ ബഹിരംഗ ശക്തിയിൽ ആനന്ദിക്കുന്നില്ല. അവിടുത്തെ അന്തരംഗ ഹാദിനി ശക്തിയെ രാധാറാണിയായി പ്രദർശിപ്പിക്കുകയും അനന്തരം അവളോടൊപ്പം ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്രകാരം കൃഷ്ണൻ തന്റെ അന്തരംഗ ഹാദിനി ശക്തി ആസ്വദിക്കുന്നതിന് സ്വയം രാധാറാണിയായി പ്രത്യക്ഷമാകുന്നു. ഭഗവാന്റെ നിരവധി വിസ്തരണങ്ങളിലും ആവിഷ്കാരങ്ങളിലും അവതാരങ്ങളിലും വെച്ച് ഈ ആനന്ദ ശക്തിയാണ് അഗ്രഗണ്യമായത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ശരിയായ ഭക്തിമാർഗത്തില് ശരിയായ പാതയിൽ വന്നെങ്കിൽ മാത്രമേ, ശരിയായ രീതിയില് സാധന ഭക്തി നമ്മൾ പരിശീലിച്ചെങ്കിൽ മാത്രമേ, അതിലൂടെ മുന്നേറിയെങ്കിൽ മാത്രമേ രാധാകൃഷ്ണ തത്വം നമുക്ക് മനസ്സിലാക്കി എടുക്കാന് സാധിക്കുകയുള്ളൂ. ആ യുഗളപ്രേമം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ നമ്മൾ ആ യുഗളപ്രേമത്തെ സാധാരണ ഭൗതിക പ്രേമമായിട്ട് നമ്മൾ കണക്കാക്കും. ആ ഒരു മനോഭാവമായിരിക്കും, ആ ഒരു ചിന്തയാവും നമ്മളുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയില് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ആ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ രാധാകൃഷ്ണ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാന് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രാകൃത സഹജീയം എന്നൊരു വാക്ക് കണ്ടത്. പ്രാകൃത സഹജീയം എന്ന് വെച്ചാൽ എല്ലാം കാമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് ഈ ഭൗതിക ലോകത്തിലാണ് കാമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവൃത്തികളെല്ലാം. പക്ഷെ ഇതല്ല കൃഷ്ണഭക്തി എന്ന് പറയുന്നത്. അതായത് രാധാകൃഷ്ണന്മാരുടെ ലീലകൾ എന്ന് പറയുന്നത്, അത് ആ ലവിങ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ആ പ്രേമഭക്തി എന്ന് പറയുന്നത് ആ ഒരു ഹാദിനി ശക്തിയിലൂടെയാണ്, അതായത് അന്തരംഗ ശക്തിയിലൂടെയാണ് അത് സാധ്യമാകുന്നത്. അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല, നമ്മൾ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഒരു കടൽ എങ്ങനെയാണോ അതുപോലെയാണ് ഭഗവാനും രാധാറാണി. നമ്മൾ ആ കടലിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ ഇനിയും വളരെ ദൂരം നമ്മൾക്ക് മുന്നോട്ട് പോകണം. അപ്പം
ഭഗവാനെ മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും രാധാറാണിയെ മനസ്സിലാക്കാന് സാധിക്കില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഭഗവാന്റെ അംശമാണ്, ഇല്ലേ? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അംശമാണ്. അപ്പൊ ആ ഹ്ലാദിനി ശക്തി നമ്മളുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ നമ്മൾ ആ ശക്തി അല്ലെങ്കിൽ ആഹ്ലാദം അനുഭവിക്കാനുള്ള വാസന നമ്മൾ മുമ്പേ മനസ്സിലാക്കിയതുപോലെ നമ്മളത് ഭൗതികതയിൽ കൂടിയാണ് നമ്മൾ അത് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് തുച്ഛമാണ്, നിമിഷ നേരത്തേക്കേ ഉള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. കാരണം നമ്മൾ ഭൗതികമായിട്ടുള്ള ഉപാധികളിൽ കൂടിയാണ് നമ്മൾ ആനന്ദത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള ആനന്ദം അന്വേഷിക്കുന്നത് നമ്മൾ ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ നമുക്കും സാധിക്കുമെന്നിവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൗതികമായിട്ടാണ് ആനന്ദം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭൗതിക ലോകത്തിൽ ഒരാനന്ദവും ഇല്ല. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഒരാനന്ദവും കണ്ടെത്തിയിട്ടില്ല. തന്റെ ശക്തി അല്ലെങ്കിൽ ഹ്ലാദിനി ശക്തിയോടൊപ്പമാണ് ഭഗവാൻ ആനന്ദം അനുഭവിക്കുന്നത്. അതിനായിട്ടാണ് ഹ്ലാദിനി ശക്തി, അതായത് രാധാറാണി സ്വയം ഭഗവാനിൽ നിന്ന് വേർപെട്ടത്, ഭഗവാനിൽ നിന്നും പ്രകടമായത് ആ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് രാധാറാണിയുടെ ആനന്ദം എന്ന് പറയുന്നത് ഉന്നതോജ്ജലരസമാണ്. നമ്മൾ പണ്ടു ആ ശ്ലോകത്തില് ഉന്നതോജ്ജലരസം എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആനന്ദമാണ് രാധാറാണി അനുഭവിക്കുന്നത്. അപ്പൊ ആനന്ദം ഭഗവാനും അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെ അനുഭവിക്കാം? ഇപ്പൊ നമ്മളൊരു തേന്റെ കുപ്പി മുന്നിൽ കൊണ്ടുവച്ചിട്ട് തേന്റെ ആ രുചി നമുക്കറിയാൻ സാധിക്കുമോ? ഇല്ല. ആ തേൻ എന്താണ് രുചി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അടപ്പ് തുറന്ന് തേൻ അല്പം എടുത്ത് നമ്മൾ വായിലൊഴിക്കണം, ഇല്ലേ? ഇപ്പൊ വണ്ട് പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നുണ്ട്. ആ വണ്ടിനറിയാം തേനിന്റെ രുചി എന്താണെന്ന്. നമ്മളത് കാണുന്ന നമ്മൾക്കറിയുമോ വണ്ട് അനുഭവിക്കുന്ന ആ മധുരം ആനന്ദം എന്താണെന്ന്? ഒരിക്കലുമില്ല. അപ്പൊ അത് ഭഗവാൻ സ്വയം ചിന്തിച്ചു. രാധാറാണി അനുഭവിക്കുന്ന ആനന്ദം, ഞാൻ സ്വതവേ ആനന്ദ സ്രോതസ്സാണ്, പക്ഷെ എന്നിട്ടും എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്നെ സേവിക്കുന്നത് കൊണ്ട് രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്ന അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ആനന്ദമാണ്. എനിക്കത് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ചിന്തിച്ചു. അപ്പൊ ഭഗവാൻ കരുതി എനിക്കത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ സ്വയം രാധാറാണിയായിട്ട് വരണം, എങ്കിൽ മാത്രമേ എനിക്ക് ആ രാധാ സ്നേഹം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ, ആനന്ദം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാന് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് രാധാറാണിയുടെ ഭാവത്തില് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ച് ആനന്ദം സ്വയം അനുഭവിച്ചു. സ്വയം അനുഭവിക്കുക മാത്രമല്ല അത് എങ്ങനെ അനുഭവിക്കാമെന്ന് നമ്മൾക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഫോളോ മീ, എന്നെ പിന്തുടരൂ, എന്നാല് നിങ്ങൾക്കും ആനന്ദം അനുഭവിക്കാമെന്ന് നമ്മളെ പ്രാവർത്തികമാക്കിയിട്ട് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരികയും ചെയ്തു. അപ്പം നമുക്ക് ഒന്ന് മനസ്സിലായി, ഇല്ലേ? ഭൗതികമായിട്ടുള്ള ആനന്ദവും ആധ്യാത്മിക ആനന്ദവും രണ്ടാണ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭൗതിക ആനന്ദം വിട്ടിട്ട് ആധ്യാത്മിക ആനന്ദത്തിലേക്ക് കടക്കണം. അതെങ്ങനെ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നിങ്ങളത് ചെയ്യുന്നുണ്ട്. 3 മണി മുതലേ നിങ്ങൾ അതിനുള്ള സാധന തുടങ്ങുകയായി, ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ഒരു തുള്ളിയെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും, ഇതേ വഴി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പം തീർച്ചയായിട്ടും അതാണ് മഹാപ്രഭു ഇവിടെ പറയുന്നത്. നമ്മള് ജീവാത്മാക്കള് ഭൗതികമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാനുള്ള ത്വര വിട്ടിട്ട് നമ്മൾ ആധ്യാത്മിക ആനന്ദം അനുഭവിക്കണം എന്നുള്ള ആ വഴിയിലേക്ക് നമ്മൾ കടക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാനെ കുറിച്ച് എപ്പോഴും ശ്രവിക്കുകയും ഭഗവാന്റെ സേവനം ചെയ്യുകയും ഭക്തരുമായിട്ട് ഇടപഴകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കും ആനന്ദം അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്ക് ആനന്ദം സ്വയം അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ പിന്നെ നമ്മൾ അത് വിട്ടിട്ട് എന്തെല്ലാം വന്നാലും ശരി അത് വിട്ടിട്ട് ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആനന്ദ ശക്തിയാണ് രാധാറാണി, ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. രാധയും കൃഷ്ണനും ഒന്നാണ്, ഒരിക്കലും രണ്ടായിട്ട് നമ്മൾ കാണാനേ പാടില്ല. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് രണ്ടായി? അവര് ലീലകളെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്, ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഭഗവാൻ ശക്തിമാനാണ്, ഇല്ലേ? ഭഗവാന്റെ ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്, ഹ്ലാദിനി ശക്തി. ഭഗവാൻ ആനന്ദം കൊടുക്കുന്നവളാണ് രാധാറാണി. അപ്പം ആ രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നാണ്.
ആ ലീലകൾ ആസ്വദിക്കുന്നതിനായിട്ട് വേണ്ടി മാത്രമാണ് രാധാറാണിയായിട്ട് ക്ലാദിനി ശക്തി ഭഗവാനിൽ നിന്ന് വേർപെട്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. രാധാറാണി കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തയല്ല. രാധാറാണിയും കൃഷ്ണൻ തന്നെയാണ്. എന്തെന്നാൽ ശക്തിയും ശക്തിയുടെ ഉത്ഭവസ്ഥാനവും അഥവാ ശക്തിമാനും തമ്മിൽ വ്യത്യാസമില്ല. ശക്തി ഇല്ലെങ്കിൽ ശക്തിമാൻ ഇല്ലെന്ന് അർത്ഥമില്ല. ശക്തിയുടെ ഉറവിടമില്ലാത്ത ശക്തിയില്ല. അതുപോലെ രാധയില്ലാതെ കൃഷ്ണൻ എന്നതിന് അർത്ഥമില്ല. കൃഷ്ണൻ ഇല്ലാതെ രാധയിൽ നിന്നും രാധയിൽ നിന്നും അർത്ഥമില്ല. അതിനാൽ വൈഷ്ണവ തത്വശാസ്ത്രം അനുസരിച്ച് ആദ്യം ഭഗവാന്റെ ആത്മീയ ആനന്ദ ശക്തിയാണ് നാം പ്രണമിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇപ്രകാരം ഭഗവാനും അവിടുത്തെ ശക്തിയും ചേർന്ന് രാധാകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നാരായണനെ ആരാധിക്കുന്നവർ ലക്ഷ്മി നാരായണൻ എന്ന രീതിയിൽ ആദ്യം ലക്ഷ്മിയുടെ നാമമാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ ഭഗവാൻ രാമനെ ആരാധിക്കുന്നവർ ആദ്യം സീതയുടെ നാമം ഉച്ചരിക്കുന്നു. ഇവയെല്ലാം സീതാരാമൻ, രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ ശക്തിയാണ് ആദ്യം വരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പം ശക്തിയും ശക്തിമാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. രാധയും കൃഷ്ണനും ഒന്നാണ്. അവർ തമ്മിൽ വ്യത്യാസം കാണുന്നത് അപരാധമാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സൂര്യപ്രകാശം, സൂര്യനും ആ പ്രകാശവും തമ്മിൽ വ്യത്യാസം കൽപ്പിക്കാറുണ്ടോ? ഇല്ല, ഇല്ലേ? അതുപോലെയാണ് രാധാറാണി കൃഷ്ണനും തമ്മിൽ ഒരു വ്യത്യാസവും കൽപ്പിക്കാനേ പാടില്ല. സൂര്യനില്ലാതെ പ്രകാശം ഉണ്ടാകുമോ? ഇല്ല. സൂര്യനിൽ നിന്നാണ് ആ പ്രകാശം ഉണ്ടാകുന്നത്. അതുപോലെ ഭഗവാനിൽ നിന്നാണ് ഭഗവാന്റെ ആ ശക്തി, ആനന്ദശക്തി, ഹ്ലാദിനി ശക്തി വരുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഭഗവാന്റെ പൊട്ടൻസിയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദശക്തി ഭഗവാന്റെ പൊട്ടൻസിയാണ്. അത് ആദ്യം വരുന്നു. അത് മഹാഭാവത്തിലാണ് രാധാറാണി. അപ്പം ഭഗവാനാണെങ്കിലോ കൃഷ്ണനാണെങ്കിലോ അതീവ ശക്തിമാനാണ്. അപ്പം ശക്തിയാണ് രാധാറാണി, ശക്തിമാനാണ് ഭഗവാൻ. അപ്പം ഇവിടെ പ്രഭുപാദർ പറയുന്നുണ്ട്, അത് നമ്മളെ വ്യക്തമായിട്ട് പ്രഭുപാദർ അത് മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. രാധാകൃഷ്ണന്മാര് രണ്ടല്ല, ഒന്നാണ് എന്ന് വീണ്ടും 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 ഇവിടെ വ്യക്തമാക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഉള്ളിൽ ആ തെറ്റായ ധാരണ പാടില്ല. രാധയും കൃഷ്ണനും ഒന്നാണ്. ഭഗവാന്റെ ഹ്ലാദിനി ശക്തി മൂർത്തി രൂപം പൂണ്ടതാണ് രാധാറാണി എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മളുടെ ഉള്ളില് ധാരണ ഉണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എപ്പോഴും നമ്മള് ശക്തിയുടെ നാമമാണ് ആദ്യം ഉച്ചരിക്കുക, ഇല്ലേ? ഇപ്പൊ ഭൗതിക ലോകത്തിലാണെങ്കിലും നമ്മള് സ്ത്രീകളുടെ പേരാണ് ആദ്യം പറയുക, പിന്നീടാണ് നമ്മള് പുരുഷന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവിന്റെ പേര് പിന്നീടാണ് ചേർക്കുക, ഇല്ലേ? അതേപോലെയാണ് ഇവിടെ ആധ്യാത്മിക ലോകത്തിലും ശക്തിയുടെ നാമം ആദ്യം പറയുന്നു, പിന്നീട് ഭഗവാന്റെ നാമം അതിനോടൊപ്പം ചേർക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, ഇവിടെ ഉദാഹരണം പറയുന്നു, സീതാരാമൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആദ്യം ശക്തിയെ സൂചിപ്പിക്കുന്നു, പിന്നീടാണ് അതിന്റെ പിന്നിലുള്ള ശക്തിമാനെ പറയുന്നത്. അപ്പം നമ്മളുടെ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് നമ്മൾ ഭഗവാനെ മാത്രമല്ല, ഭഗവാൻ ആനന്ദം കൊടുക്കുന്ന ശക്തിയെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് നമ്മൾക്ക് രാധാകൃഷ്ണ സങ്കല്പത്തിലുള്ള ആരാധന സമ്പ്രദായം നമ്മളുടെ സമ്പ്രദായത്തിൽ നിലവിൽ വന്നത്. ഭഗവാൻ ആനന്ദം കൊടുക്കുന്ന ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. അതാണ് രാധാറാണി. അപ്പൊ രാധാകൃഷ്ണന്മാരെ ആരാധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഭഗവാൻ ആനന്ദം കൊടുക്കുന്ന രാധാറാണിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ആ രാധാറാണിയിലൂടെ നമുക്ക് ഭഗവാന്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. രാധാറാണി നമ്മളുടെയൊക്കെ അമ്മയാണ്. അപ്പൊ അമ്മ എപ്പോഴും കരുണയുള്ളവളാണ്, ഇല്ലേ? നമ്മളൊക്കെ എത്ര വയസ്സായാലും അമ്മമാർക്ക് നമ്മളോട് കരുണയുണ്ടാവും. ആ കരുണ ആർക്കുണ്ട്? രാധാറാണിക്കുണ്ട്. അപ്പൊ നമ്മള് രാധാറാണിയുടെ തൃപ്പാദങ്ങളെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ രാധാറാണിയുടെ മേഴ്സി കൊണ്ട് നമുക്ക് ഭഗവാനെ ലഭിക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. ആ ആനന്ദം അനുഭവിക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. സോറി, സമയം പോയി, ഞാൻ അറിഞ്ഞില്ല, വൈകി തുടങ്ങിയത്. അപ്പം ബാക്കി അടുത്ത ക്ലാസ്സില് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. സമയം കടന്നുപോയി. എന്തെങ്കിലും സംശയമുണ്ടോ? സമയമായി. കമന്റ്സ്